ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ചൊവ്വ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ചൊവ്വയുടെ ചാരവശാലുള്ള പ്രവേശനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ചൊവ്വ പ്രവേശിക്കുന്നത് തൻ്റെ സൂക്ഷേത്രത്തിലാണ്. ജീവ ഇന്ദു ഉഷ്ണകരാഹ കുജസ്യ സുഹൃത. ജീവൻ എന്നാൽ വ്യാഴം, ഇന്ദു ചന്ദ്രൻ, ഉഷ്ണകരഹ എന്നാൽ ഉഷ്ണം ചെയ്യുന്ന സൂര്യൻ. ഈ മൂന്ന് ഗ്രഹങ്ങളും ചൊവ്വയുടെ സുഹൃത്തുക്കളാണ്. ജ്ഞഹ അരിഹി, ബുധൻ ശത്രുവാണ്, മറ്റുള്ളവർ സമന്മാരുമാണ്. ശനിയും ശുക്രനും സമന്മാരുമാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, കഴിഞ്ഞ 2 രാശികളിൽ മകരത്തിൽ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമാണ്, വളരെ നല്ല ഫലം ചെയ്തു. അതിനുശേഷം ചൊവ്വ വന്നത് കുംഭൻ രാശിയിലേക്കാണ്. കുംഭം രാശിയിലായിരുന്നു. കുംഭൻ രാശിയിലുള്ള ചൊവ്വയുടെ ഫലം, ആശ്രയഫലമൊക്കെ ശുഭമായിരുന്നില്ല. ഇപ്പോൾ ചൊവ്വ ഇതാ വ്യാഴക്ഷേത്രത്തിൽ വന്നിരിക്കുന്നു. വ്യാഴക്ഷേത്രത്തിൽ ഏത് ഗ്രഹങ്ങൾ വന്നാലും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ഈവൻ ശനി പോലും വ്യാഴക്ഷേത്രത്തിൽ വന്നാൽ നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. ആശ്രയ ഫലവും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ജൈവേ വ്യാഴക്ഷേത്രത്തിൽ എന്നാൽ ഏകരിഭു, ഒറ്റ ശത്രുവല്ല, ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. നരേന്ദ്ര സജീവ, രാജാവിൻ്റെ മന്ത്രിയാകും. വലിയ വലിയ ആളുകളുടെ മന്ത്രം ഉപദേശം കൊടുക്കുക, കൺസൾട്ടൻ്റ് ആകേണ്ട യോഗമുണ്ടാകുന്നു. ഖ്യാത അഭയ അർത്ഥാന്വിത, ഭയമില്ലാത്ത ആളാകുന്നു. പ്രശസ്തി ഉണ്ടാകുന്നു. അർത്ഥാന്വിത, ധനത്തോടു കൂടിയിരിക്കുന്നു. ഇവിടെ നല്ലൊരു ഫലമാണ് ആശ്രയ ഫലം മീനൻ രാശിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാം മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ചാരവശാലുള്ള ഭാവഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഇനി പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം, എത്ര ദിവസമാണ് ചൊവ്വ ഈ മീനൻ രാശിയിൽ നിൽക്കുന്നത് എന്ന വിഷയം. 38 ദിനങ്ങളാണ് ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. അതായത് ഏപ്രിൽ 2-ാം തീയതി മീനമാസം 19-ാം തീയതി പ്രവേശിച്ച് മേടമാസം 28-ാം തീയതി വരെ, അതായത് മെയ് 11-ാം തീയതി വരെ 38 ദിവസക്കാലമാണ് ഇവിടെ ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 38 ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങ രാശിക്കാർക്ക് ചൊവ്വയ്ക്ക് 2 ഭാവങ്ങളുടെ ആധിപത്യമാണുള്ളത്. ഒന്ന് 4-ാം ഭാവാധിപത്യം. 4-ാം ഭാവം എന്നാൽ അമ്മ, അമ്മാമന്മാർ, ഭൂമി, മരുമക്കൾ, ജന്മഗൃഹം, കൃഷിഭൂമി, ഇതൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അതേ ചൊവ്വ 9-ാം ഭാവാധിപനാണ്. എന്താണ് 9-ാം ഭാവം? ഭാഗ്യം, ധർമ്മ, ദയ, പുണ്യം, പിതാവ്, ഗുരുക്കന്മാർ. ഇവിടെ ചൊവ്വ ഏറ്റവും അങ്ങേയറ്റം അൺഒസ്പീഷ്യസ്, ഏറ്റവും മോശപ്പെട്ട അഷ്ടമഭാവത്തിലാണ് നിൽക്കുന്നത്. ഏറ്റവും അധികം ദോഷം ചെയ്യുക ചാരവശാൽ ഈ 38 ദിവസം ആർക്കാണ്? ചിങ്ങൻ രാശിക്കാർക്കാണെന്ന് അറിയുക. ചിങ്ങൻ രാശിക്കാർക്ക് വളരെയധികം പ്രയാസങ്ങൾ വരും. കൃഷി വലിയ നഷ്ടമായി മാറും. പൂർവികമായ ഭൂമി സംബന്ധമായ സ്വത്ത് തർക്കങ്ങൾ ധാരാളം വരും. ഭൂമി നഷ്ടപ്പെടും. ഭൂമിപരമായ വിവാദങ്ങൾ, തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകും. അതിലൂടെ വലിയ പ്രയാസങ്ങൾ വരും. അതിന് പുറമെ 9-ാം ഭാവം തൻ്റെ ധർമ്മദൈവങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് 4-ാം ഭാവം. 9-ാം ഭാവം പൈതൃകമായ എസറ്റുകളാണ്, പൈതൃകമായ പുണ്യമാണ്, തപസ്സാണ്, പ്രാർത്ഥനയാണ്, ഉപാസനയാണ്, പിതാവാണ്, ഗുരുക്കന്മാരാണ്. ഇവരൊക്കെ തന്നെ തൻ്റെ ശത്രുക്കളാകും. പിതാവ് ശത്രുവായി വരും. പിതാവിന് രോഗാദി അരിഷ്ടതകൾ വരാം. അതിനാൽ വളരെയധികം ധർമ്മദൈവ പ്രീതി നടത്തണം. ഈ സമയത്ത് അനാഥാലയം, മന്ദിര, ക്ഷേത്രം ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കൊക്കെ തന്നെ പേരുദോഷം വരും. അപവാദോ മഠാവത്തിനഭിപ്പാവയെ അഷ്ടമസ്ഥിതി. അപവാദങ്ങളും മഠത്തിന് ആപത്ത് വരാം. വലിയ ധർമ്മദൈവ സങ്കേതങ്ങൾ അഗ്നിക്കിരയാകുക. അതിൻ്റെ പേരിൽ പോലീസിൽ പോകേണ്ടി വരിക, സമാധാനം പറയേണ്ടി വരിക, കേസിന് പോകേണ്ടി വരിക. ഇങ്ങനെ ധാരാളം ക്ലേശങ്ങൾ ചിങ്ങം രാശിക്കാരന് പ്രദാനം ചെയ്യുമെന്ന് അറിയണം. ഏറ്റവും ദോഷമാണ്. നിർബന്ധമായും ഇവിടെ എടുത്തു ചാടി പ്രശ്നങ്ങളിലേക്ക് പോകാൻ പാടില്ല. കാരണം 8 ചൊവ്വ എല്ലാ ഗ്രഹങ്ങളെയും നല്ല പുണ്യത്തെ, ഫലത്തെ നശിപ്പിക്കും. ശുഭാസസ്യക്കും ഖേജരാഹ കുര്യൂര് അന്യ വിധാനേപിച്ചത് അഷ്ടമേ ഭൂമി സുനുഹു. ഏത് ഗ്രഹങ്ങൾ എത്ര നല്ല സ്ഥാനത്താലും 8 ചൊവ്വ അതിൻ്റെ എല്ലാ പൊലിമയെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. സഖാകിന്ന ശത്രുയതേ സൽകൃതോപി. താൻ സൽക്കരിച്ച സുഹൃത്ത് ശത്രുവായി മാറും. പ്രത്യേകിച്ച് ഇവിടെ 4-ാം ഭാവാധിപനാണ്. കൂട്ടുകച്ചവടമൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ ഫാമിലി അസറ്റ്, ഫാമിലി പ്രോപ്പർട്ടികൾ, ഇതൊക്കെ വിവാദത്തിലേക്ക് പോകും.
ബാങ്കിൽ കാശ് അടച്ചില്ലെങ്കിൽ ഭൂമി ജപ്തി ചെയ്ത് വിൽക്കും, നമ്മളുടെ പേര് പത്രത്തിൽ വരുന്ന സമയമാണെന്നറിയുക. പ്രയത്നികത ഭൂയതജ ഉപസർഗേഹി, എത്ര യജ്ഞിച്ചാലും തടസ്സങ്ങളുടെ പെരുമഴ തന്നെ ഇപ്പോഴുണ്ടാകും. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ആരേ? ചിങ്ങൻ രാശിക്കാർ. ഇവിടെ പരിഹാരമായി നിർബന്ധമായും ആരോഗ്യ വിഷയമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. BP സംബന്ധിച്ച ക്ലേശങ്ങൾ വളരെയധികം വരും. രക്തമർദ്ദം അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വരും. പൈൽസ് രോഗികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്പറേഷൻ ഗുഹ്യഭാഗങ്ങളിലൊക്കെ വരുന്ന സമയമാണെന്നറിയുക. നിർബന്ധമായും ഇവിടെ ശാരീരികമായി ദേഹമുട്ടി ചെയ്യുക. നാളികേരം കൊണ്ട് എല്ലാ ചൊവ്വാഴ്ചകളും ദേഹമുട്ടി ചെയ്യണം. അതേ രീതിയിൽ സുഹൃത്തുക്കൾ പാർട്ട്ണർഷിപ്പ് സംബന്ധിച്ച വിഷയങ്ങളിലുണ്ടെങ്കിൽ അവിടെ ഐക്യമത്യ അർച്ചന ചെയ്യണം. ഇവരുടെ പേരിൽ, അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്ത് ദോഷങ്ങൾക്ക് ശമനം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.